ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീലബാൻ എന്ന് പറഞ്ഞ ഷോപ്പിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. ബീലബാനിൽ എന്തോ ഒരു സ്പെഷ്യൽ വന്നിട്ടുണ്ട്, റമദാനായിട്ടുള്ള എന്തോ ഒരു ചെറിയൊരു സ്പെഷ്യൽ. നമ്മളത് പോയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തേക്കാം. ബാ മതി മതി അവോ. ഇവിടെ പിന്നെ നമ്മളിപ്പോൾ എങ്ങനെ പോയിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കുന്നതാണ് ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. കാരണം ഇവിടെ ഇത്രയും തിരക്കുണ്ട്, പെരും തിരക്കാണ്, നല്ല തിരക്കാണ്, നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട്. സാധാരണ നമ്മൾ വരുന്നേക്കാട്ടി തിരക്കുണ്ടല്ലേ ഗൈസ്. ഇപ്പോൾ ഇവിടെ ഈ തിരക്കിൻ്റെ അടിയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ വീടെടുക്കൽ ഒരിക്കലും നടക്കും തോന്നുന്നില്ല. നമുക്ക് പിന്നെ ഒരു ദിവസം ഇങ്ങോട്ട് വരാം അല്ലേ. ബാ ഗൈസ്, അപ്പോൾ ഞങ്ങൾ സ്ഥലം മാറ്റിയിട്ട് വേറൊരു ഷോപ്പുണ്ട് അപ്പുറത്ത്. അവിടെ പോയിട്ട് അവിടെ പുതിയൊരു ചിക്കൻ ഉണ്ട്, അതങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്താലോ. അതേതാ ചിക്കൻ? ഒരു കിഡിലെ സാധനം, നെട്ടിപ്പോവും. കഴിച്ചിട്ടുണ്ടല്ലോ, കഴിച്ചിട്ട് നെട്ടിപ്പോവും. കഴിച്ചിട്ട് നെട്ടും. ഇപ്പം നെട്ടിനെ ഞങ്ങൾക്ക് കാണിച്ചു തരും ഗൈസ്. ഗൈസ്, ഇതാണ് അൽവാദ മാള്. നമ്മൾ പോകാൻ പോകുന്നത് അൽവാദ മാളിൻ്റെ ഞാൻ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചില്ലേ, അതിൻ്റെ ബാക്കിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. അവിടെ ഒരു വെറൈറ്റി സാധനമുണ്ട്. വെറൈറ്റി സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ കഴിച്ച ചിക്കനില്ലേ അതിൽ ഏറ്റവും സ്പെഷ്യൽ കണ്ടറിയണം കോശി. എന്താ പറഞ്ഞേ? ബീലമൻ്റെ സ്മെല്ലടിച്ചിട്ട് തന്നെ കിക്കായി. മധുരം, ഒടുക്കത്തെ മധുരമാണ് സംഭവം. പിന്നെ അവിടെ എന്തോ ഒരു പേര് ഞാൻ മറന്നു. ഞാൻ അവിടെ എത്തുമ്പോൾ എൻ്റെ അടുത്ത് സ്ക്രീൻഷോട്ട് ഉണ്ട്, എടുത്തിട്ട് നോക്കിയിട്ട് എനിക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അതെടുത്ത് കണ്ട് വീഡിയോ എടുക്കുക. ഗൈസ്, ഞാൻ അടുത്ത വേറൊരു ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഷോപ്പിൻ്റെ പേരുണ്ട് റഹ്മത്ത് കാലിക്കറ്റ്. ഇനി ഇവിടെ എന്തുള്ള സ്പെഷ്യൽ നോക്കട്ടെ. ഇവിടെ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് വിടും അല്ലേ. ബാ ഗൈസ്, ഞാനൊന്ന് കൈ കഴുകിയിട്ടും വരാം. ഗൈസ്, അങ്ങനെ ഞങ്ങളിപ്പോൾ വേറൊരു പുതിയൊരു കടയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കടയിൽ ഞാൻ മുന്നേ ഇവിടെ വന്നിട്ട് ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കടയിൽ നിന്ന് ഞാൻ അന്ന് കഴിച്ചത് എരിപൊരി ചിക്കൻ ചാർക്കോൾ എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പോൾ അത് തന്നെ ഒരു പ്രാവശ്യം കൂടി കഴിക്കാം. എന്തായാലും നമ്മൾ ഈ വൈക്ക് കൂടെ ഇങ്ങനെ വന്നല്ലേ, അപ്പോൾ ഒന്നൊരു കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ചേഴ്സ്. പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ, ഞാൻ അന്ന് എന്താ ഓർഡർ ചെയ്തതെന്ന് എനിക്കൊരു കൊടുത്തില്ല. അപ്പോൾ സാർ ഈ ഇതിൽ മിക്സ് ഗ്രില്ലല്ല, ഇപ്പോൾ ചിക്കൻ ചാർക്കോളിലില്ലേ എന്താ പറയുക, പെരി പെരി ഉണ്ടോ? ഈ എരിപൊരിയിലല്ലേ ചെറിയ ഉള്ളിയുടെ പീസുകളൊക്കെ ആയിട്ട് വരുന്നത്. ഓക്കെ. ഇത് ഫുള്ള് അറിയില്ലേ? ഇനി ഇത് ഫുള്ള് ഇതൊരു ഫുള്ളും. പിന്നെ ജ്യൂസ് ഒന്നും വേണ്ടി എനിക്ക് ഒരു ലസ്സി ഉണ്ടോ? ഒരു മാംഗോ ലസ്സി. മരണോ? അല്ല ഒന്നിച്ചു മതില്ലേ? ഒന്നിച്ചെടുത്തു. ഗൈസ്, നമ്മൾ ഈ കടയിൽ വന്നപ്പോൾ നമുക്ക് ആദ്യം ഒരു വെൽക്കം ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് രണ്ടാക്കുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, കുടിച്ചോട്ടെ. ടേസ്റ്റ് ഉണ്ടോ? ഇത് എനിക്ക് തോന്നുന്നു, ഞാൻ പറയട്ടെ എന്താ ഞാൻ പറഞ്ഞ, ഇതൊരു പച്ച സപ്പോട്ട. എന്താ അഭിപ്രായം? ഇതെന്താ സാധനം അറിയാമോ? വാട്ടർ മെലോൺ മിക്സ് ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ച സാധനമല്ലേ, പച്ച സപ്പോട്ട അല്ല. സപ്പോട്ട ഇല്ല, വാട്ടർ മെലോൺ ഉണ്ട്. പിന്നെന്താ ഷമാമുണ്ട്. എനിക്ക് ഫീൽ ആയത് പച്ച സപ്പോട്ട. അങ്ങനെ ഞങ്ങൾ സാധാരണ കടയിൽ വന്നിട്ട് കാട്ടിക്കൂട്ടുന്ന പോലെ ഞങ്ങളുടെ സ്വന്തം ക്യാരറ്റും ജിർജിറും കുത്തിക്കയറ്റുകയാണ് സുഹൃത്തുക്കളെ. ക്യാരറ്റും ജിർജിറും അബ്ദ് കഴിക്കുന്ന കയ്പ്പ് കണ്ടോ? ക്യാരറ്റിനോട് ഇത്ര പ്രണയം കയറാൻ കാരണം എന്താ? പണ്ട് പച്ചക്കറി ഷോപ്പിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടതാ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ വന്നിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടി 2 അമ്മൂസ്, 2 മയോനൈസ്, 2 പച്ചച്ചമ്മന്തി. അത് ഓൾറെഡി പച്ചച്ചമ്മന്തി ടേസ്റ്റ് നോക്കി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കുംബറും ഇതില്ലേ
നല്ലല്ലേ? കുഴപ്പമില്ല. നമുക്ക് ഇതിലെന്താ ഫീൽ ആയത്? എനിക്കൊരു സ്ട്രീറ്റ് ഫുഡ് ഫീൽ ചെയ്തിന്. സ്ട്രീറ്റ് ഫുഡോ? ആ, എനിക്കങ്ങനെ ഫീലായിട്ടൊന്നുമില്ല. പച്ചച്ചമ്മന്തിൻ്റെ കൂടുതൽ ടേസ്റ്റ് വന്നു. അതിനാണോ? വേറെ സാധനമുണ്ട്. വേറെ സാധനം നാട്ടില് കോഴിക്കോടാ. പേരെന്താ? വേറെ സാധനമുണ്ട്. വേറെ സാധനമുണ്ട്. കൈതച്ചക്കൻ്റെ ഉള്ളിൽ നമ്മളെ സാധനം വന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഈ കടയിലേക്ക് കഴിക്കാൻ വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ, ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനമാണ് ഈ സാധനം. ഇത് ഞാൻ ഒരു പ്രാവശ്യം ഓൾറെഡി ഇവിടേക്ക് മൂവി കാണാൻ ഇത് കഴിച്ചിട്ടില്ലല്ലോ. അത് കഴിച്ചിട്ടില്ല. ഞാൻ മൂവി കാണാൻ പോയതിന് ശേഷം ഞാൻ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ഇവിടെ വന്നിട്ട് ഇത് ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചു. അപ്പോൾ ഇത് ഫുള്ള് പറഞ്ഞിട്ടില്ല, ഹാഫ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ ഇന്നിപ്പം നമ്മളെന്തെങ്കിലും കഴിക്കണം എന്ന് വിചാരിച്ചപ്പോൾ ഇന്ന് ഓൾറെഡി മറ്റോടത്ത് ലെബനൻ്റെ പോയി പാളി. അപ്പോൾ B11 പോയി പാളി. B11 പോയി പാളിയപ്പോൾ പിന്നെ കഴിച്ച് കഴിഞ്ഞാൽ സാറ്റിസ്ഫൈ ആവും വേണം. അങ്ങനത്തെ ഒരു സാധനം കഴിക്കണം എന്നാണ് എൻ്റെ മൈൻഡിൽ വന്നത്. തിന്നാളല്ലേ പറഞ്ഞ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ അദ്ദൂക്കും കൂടി കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ടേസ്റ്റ് ഒന്നും കൂടി എൻ്റെ നാവുകളിലൂടെ ഒന്നും കൂടി തുള്ളിച്ചാടി പോകാനുള്ളൊരു ആഗ്രഹം. കുഴപ്പമില്ല, പക്ഷേ ഈ ഉള്ളി കൂടി കൂട്ടിയിട്ടുള്ള കഴിക്കുന്ന ആ സംഭവം ഉണ്ടല്ലോ. ഞാൻ അദ്ദൂക്ക് ഞാൻ സാധനം കാണിച്ചു തരാം. അതിൻ്റെ ഇത് തീർത്തിട്ട് ഞാൻ വേറെ വെയിറ്റ് ചെയ്യണം. നമ്മൾ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്, ജ്യൂസ് എത്തിയിട്ടില്ല. ഷോപ്പിൻ്റെ വേണ്ടിയില്ല കേട്ടോ, ഞങ്ങളെ വ്ളോഗ് എടുക്കാനുള്ളൂ. ഷോപ്പിൽ ഇടാ. അപ്പോൾ അതോ ഞങ്ങൾക്ക് കാണിച്ചിട്ടാ. ആദ്യം ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ അന്ന് കഴിച്ച പോലെ ചിക്കൻ്റെ പീസ്, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടുത്തെ ഈ മറ്റേ ഈ ഉള്ളി പീസുകൾ എന്നെ കാണുന്നുണ്ട് അതിൽ. ഈ ഉള്ളി പീസുകളില്ലേ, ഈ ഉള്ളി പീസുകൾ കൂടെ എടുക്കണം. എന്നിട്ട് എൻ്റെ മയോണൈസ് ഇത് അപ്പുറത്തെത്തി. ഈ ഉള്ളി പീസുകൾ കൂടെ എടുത്തിട്ട് എന്നിട്ട് ആദ്യം അമ്മൂസിൽ, പിന്നെ ഇതിൽ കുത്തിയിട്ട് ഇങ്ങനെ കത്രമാണേ ഒരു ചിക്കൻ്റെ ഈ മൊരി നോക്ക്. അത് മൊരി നോക്ക്. ഈ മൊരിയും ഈ പൊരിയിലേക്കുള്ള ഈ ഉള്ളിക്കൂട്ടാനും ഇതും കൂടി ഇങ്ങനെ എടുത്തിട്ട് ടേസ്റ്റ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, കുറച്ചുണ്ട് പറഞ്ഞതാണ്. ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്ത നമ്മൾ അബ്ദുറഹ്മാൻക്ക് ഈ സാധനം ഇഷ്ടപ്പെടുമോ അതോ അബ്ദുറഹ്മാൻ ഇത് എങ്ങനെ കഴിക്കുന്നു ആയിക്കോട്ടെ. സൈലൻ്റ് ആണല്ലോ. പറ്റിയിട്ടില്ല, ഇല്ല. ആയിക്കോട്ടെ. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇതും കൊടുക്കാം. ഇങ്ങനെ എടുക്കുക, അടുത്തൊരു പീസ് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇത് ഈ ഉള്ളിക്കൂട്ടൻ അത്രമണി ഈ ഉള്ളിക്കൂട്ടം കൂട്ടിയിട്ട് കഴിക്കുക. അത്രമണ ഇത് ഇങ്ങനെ കുടിച്ചാൽ ഈ ഉള്ളിക്കൂട്ടം കൂട്ടിയിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കാം. അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഇത്ര ടേസ്റ്റുള്ള ചാർക്കോൾ ചിക്കൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ഇപ്പോൾ റീസെൻ്റ്ലി എത്ര വേണ ഇതുവരെ ഞങ്ങൾ കുറേ ചാർക്കോൾ ചിക്കൻ കഴിച്ചിട്ടുണ്ട്. ഇത്ര ടേസ്റ്റുള്ളൊരു ചാർക്കോൾ ചിക്കൻ ഇനി ഇത് ചിലപ്പോൾ നമ്മളൊരു 10 പ്രാവശ്യം വന്ന് കഴിച്ചൊന്നും വരും. എനിക്ക് അതിനുശേഷം മടുക്കും. അപ്പം ഞാൻ നിങ്ങൾക്ക് വീണ്ടും കാണിച്ചു തരാണ്. ഈ ഉള്ളി ഇങ്ങനെ മാന്തി പിടിക്കുക. ഇവിടെ നേരെ ഇതും മാന്തി ഇങ്ങനെ എടുക്കുക. ഇവിടെ നേരെ ഇതിൽ നിന്ന് കുറച്ച് മാന്തി പിടിക്കുക, കുറച്ച് ഇതിൽ നിന്ന് കുറച്ച് മാന്തി പിടിക്കുക. എല്ലാം കൂടി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ.
വേറെ ഒന്നിനും കിട്ടില്ല ഗൈസ്. ഇനി അല്പം ബ്രേക്ക്, ഞങ്ങളൊന്ന് ആസ്വദിക്കട്ടെ ഗൈസ്. ഞങ്ങൾ ഓർഡർ ചെയ്ത നമ്മുടെ ജ്യൂസ് 2 ജ്യൂസും എത്തിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ലസ്സി എങ്ങനെ ഉണ്ടെന്ന് കുടിച്ച് നോക്കട്ടെ. നമുക്ക് കുഴപ്പമില്ല. ഓറഞ്ചാണ്, ഓറഞ്ച് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ജ്യൂസ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ജ്യൂസും പിന്നെ ഈ ചിക്കനും പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ. എൻ്റെ ജ്യൂസും കൂടി വന്നപ്പോൾ ഉണ്ടല്ലോ പറഞ്ഞ കറക്റ്റാണ്. ഇത് വെള്ളം ഫുള്ളായി തുടങ്ങി. എനിക്കിപ്പോഴും ഈ ചിക്കനോട്ടുള്ള മുഹബത്ത് തന്നെ ആയി ഗൈസ്. അപ്പം നമ്മളെ ആ ഷോപ്പിലുള്ള നമ്മുടെ ആ തീറ്റ മനോഹരമായി നമ്മളവിടുത്തെ തീറ്റ തീർത്തു. ഞാനും അവനും കൂടി. ലസ്സി അത്ര വലിയ ടേസ്റ്റ് ഇല്ല. നമുക്ക് ജ്യൂസ് ഇഷ്ടപ്പെട്ട ഓറഞ്ച് പിന്നെ എന്തായാലും ഓറഞ്ച് ചിക്കൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇഷ്ടപ്പെട്ടു? എനിക്കിഷ്ടമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ഇനി ഞങ്ങൾ അടുത്ത പുതിയ ഒന്നെങ്കിൽ ആ ഷോപ്പിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷോപ്പിലായിട്ട് പുതിയ നമ്മളെ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വ്ളോഗായിട്ടും വരാം. ഓക്കെ, ബൈ.